ഒരുക്കങ്ങളെല്ലാം തകൃതിയായി നടക്കുന്നു. എല്ലാം ഒരു തിരക്ക് പിടിച്ച ഓട്ടങ്ങളിലാണ്. കാരണം നമ്മുടെ പുതിയ ഷോറൂമിലേക്കുള്ള ഒരു കൊച്ചു ഔട്ട്ലെറ്റ് ഞാൻ തുടങ്ങുന്ന കാര്യമൊക്കെ പറഞ്ഞിരുന്നല്ലോ, ജാം ജൂം ഹൈപ്പർ മാർക്കറ്റിൽ. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് ഈ സൺഡേ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള നമ്മൾ നെക്സ്റ്റ് സൺഡേ 28-നാണ് അതിൻ്റെ ഇനോഗ്രേഷൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ഫെസ്റ്റിവൽ ക്രിസ്മസ് വരുന്നുണ്ട്. അപ്പോൾ ക്രിസ്മസിന് മുമ്പുള്ള നമ്മുടെ ഒരു ഫുൾ വീഡിയോ മെഗാ വീഡിയോ ഇതായിരിക്കും കേട്ടോ. അപ്പോൾ വെനസ്ഡേ ഈവനിങ് വരെ ഇതിൻ്റെ മെസ്സേജസ് ഒക്കെ അറ്റൻഡ് ചെയ്യും. പിന്നെ നിങ്ങൾ ഓർഡർ ചെയ്തിട്ടോളൂ, ഇത് കഴിഞ്ഞ് ലേറ്റ് ആയിട്ട് വീഡിയോ കാണുന്നവരെങ്കിലും. നമുക്ക് ക്രിസ്മസിൻ്റെ അന്ന് ലീവ് ആയിരിക്കും. 25th നമുക്ക് ഹോളിഡേ ആണ് കേട്ടോ. ഓൺലൈൻ ഓഫ്ലൈൻ ഒക്കെ ലീവാണ്. അപ്പോൾ പിന്നെ ഫ്രൈഡേ 26th ബാക്കി മെസ്സേജസ് അവർ ക്ലിയർ ചെയ്യും. നെക്സ്റ്റ് വീഡിയോ ഒന്ന് വരും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ നമ്മൾ ആ സൺഡേ വീഡിയോ എല്ലാം ഉണ്ടാവും. ആസ് യൂഷ്വൽ നമ്മുടെ ഓൺലൈൻ സെക്ഷൻ ഇതേപോലെ തന്നെ പോകും. കുറച്ച് തിരക്കുകൾ ഓൺലൈൻ സ്റ്റാഫും അവരെല്ലാം റെഡി ആയിട്ട് തന്നെ അതിനെല്ലാം അറ്റൻഡ് ചെയ്യാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്നും സ്പെഷ്യൽ കളക്ഷൻസ് തന്നെ വന്നിട്ടില്ല. നമ്മൾ ഈ ഒരു പുതിയൊരു ഫെസ്റ്റിവൽ സീസണിലേക്കായിട്ടും നമ്മൾ പുതിയൊരു ഷോറൂമിലേക്കായിട്ടും ഒരുപാട് പർച്ചേസിങ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം വിഹിതങ്ങൾ നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എത്തുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും മിസ്സാക്കണ്ട. അപ്പോൾ നമുക്ക് കാണാം. നല്ലൊരു ദൃശ്യ വിരുന്ന് തന്നെ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ തന്നെ തുടങ്ങട്ടെ. എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ, സ്വാഗതം ഫാബുലൻസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക്. ഞാൻ ലിജി. നമ്മുടെ ചാനൽ ഫാബുലൻസ്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ 3 നമ്പർ ഉണ്ടാവും. അതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയയ്ക്കുക. ഒപ്പം എത്ര മീറ്റർ ആണെന്നും കൂടെ പറയുക. സമയക്കുറവുള്ളവർ ഇത്രയും ഈ ഒരു ലെങ്തി വീഡിയോ ഇത്ര സംസാരം എന്താണെന്നൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടി ഷോർട്സ് ഉണ്ട്, റീൽസ് ഉണ്ട്. നമ്മൾ ആദ്യം തൊട്ടേ ഇങ്ങനെ തുടർച്ചയായി സംസാരങ്ങൾ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു വീഡിയോ, ഒരു പർച്ചേസ്, ഒരു കസ്റ്റമർ റിലേഷൻ അപ്പുറം കുറേ ബന്ധങ്ങൾ വന്നിട്ടുള്ള ഒത്തിരി പേരുണ്ട്. നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒത്തിരി ബന്ധങ്ങൾ. അപ്പോൾ അത് അന്ന് തൊട്ടുള്ളൊരു ശീലമാണ് ഇങ്ങനെ ഒരു ലെങ്തി സ്റ്റൈലിൽ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ സമയക്കുറവുള്ളവർക്കായിട്ട് ഷോർട്സ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്യുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് കണ്ടു തീർക്കാൻ അതും പറ്റും കേട്ടോ. പക്ഷേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ ഓരോ ഫാബ്രിക്കിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത് കോട്ടൺ ആണ്. അപ്പോൾ കോട്ടൺ നിങ്ങൾ വേണ്ട പ്രോപ്പർ കെയർ എല്ലാം കൊടുക്കാൻ നോക്കണം, അത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആയിട്ടും. നമുക്കിനി ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. സൺഡേ വീഡിയോയിൽ ഞാൻ ആപ്ലിക് വർക്ക് ചെയ്ത ലിനൻ മെറ്റീരിയൽ ഞാൻ ചെയ്ത ടോപ്പ് കാണിക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഞാനത് അന്ന് ആ വീഡിയോ എടുത്തപ്പോൾ മറന്നുപോയതാണ്. ഇതാണ് ഞാൻ ചെയ്തത്. നമുക്ക് ആദ്യം മുമ്പ് വന്നിരുന്നല്ലോ അതിൽ. ഇങ്ങനെയാണ് കൊടുത്തത്. നെക്ക് പാറ്റേൺ ഇങ്ങനെ കൊടുത്തു. നമ്മളെ ഇപ്പോഴത്തെ ആ ഒരു വി സ്ക്വയർ പാറ്റേൺ വരുന്നതിൽ ഇങ്ങനെ റൗണ്ട് കോളർ വരും. ആ കോളറിൻ്റെ ഈ സൈഡിലും ലേസ് എല്ലാം വെച്ച് ഇങ്ങനെ വെച്ച് സ്ലീവ് എൻഡിലേക്ക് എനിക്ക് കുറച്ച് പൊതുവെ ലേസ് ഒക്കെ ഇഷ്ടമായിട്ട് അതുകൊണ്ടാണ് എല്ലാത്തിലും ആപ്ലിക് വർക്ക് ചെയ്ത് ആ ഒരു പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ ഞാൻ 2.25 മീറ്റർ എടുത്തിരുന്നു കേട്ടോ. ഇങ്ങനെ വരുന്നു. ഇതിൽ താഴേക്ക് ഈ ആപ്ലിക് വർക്ക് ഇവിടെ വരുന്നുണ്ട്. ഞാനതിന് ക്രേപ്പ് ലൈനിങ് പൊതുവെ ഇഷ്ടമല്ലെങ്കിലും ചിലപ്പോൾ ഇപ്പോൾ അധികവും കമ്പൽ ടു യൂസ് ആണ്. ചില കളേഴ്സിനും ചില ഫാബ്രിക്കിനും ഈ ഒരു ടൈപ്പിനെ കുറച്ചുകൂടെ ഒതുങ്ങി നിൽക്കുന്ന ആ ലൈനിങ്ങാണ് നല്ലത്. ഇഷ്ടംപോലെ ഉപയോഗിച്ചു കേട്ടോ. നല്ല എൻ്റെ യൂസർ റഫ് ആൻഡ് ടഫ് യൂസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമുക്കെന്താ വെച്ചാൽ ഈ പ്രീമിയം മെറ്റീരിയൽ നമ്മൾ സിൽക്കൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും ഒരു പ്രീമിയം ലുക്കും ഉണ്ട്, ഉപയോഗിക്കാനും സുഖമാണ്. അതുകൊണ്ട് ഈ ഒരു ടൈപ്പ് മെറ്റീരിയൽ ഇതാണ് ആ ടോപ്പിൻ്റെ പാറ്റേൺ. സ്റ്റിച്ചിങ് വേണ്ടവർ പറഞ്ഞാൽ മതി, അവർ കോൺടാക്ട് ചെയ്തോളും. ഡീറ്റെയിൽസ് ഒക്കെ അപ്പോൾ ഞാൻ പറയാം കേട്ടോ. നിങ്ങൾ അവർ മോഡൽ കാര്യങ്ങൾ അവിടുന്ന് കോൺടാക്ട് ചെയ്യുമ്പോൾ പറഞ്ഞാൽ മതി. ഇനി നമ്മൾ തുടക്കം നല്ലത് ഇതുണ്ടോ, നമുക്കൊരു കോട്ടൺ ജക്കാർഡിൻ്റെ പോലത്തെ ഒരു ഫാബ്രിക് സിംഗിൾ ലെയർ എടുക്കട്ടെ. അതിൽ കണ്ടോ, ഇതാണ് ഫാബ്രിക് വരുന്നത്. പക്ഷെ നല്ലൊരു പ്രിൻറ്റും, ഒരു ബ്ലോക്ക് പ്രിൻറ്റ് ടൈപ്പ് പ്രിൻറ്റും ചെയ്തിരിക്കുന്ന കോട്ടൺ ലവേഴ്സിന് പറ്റിയ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഒന്ന് മിസ്സാക്കണ്ട. ആ ഒരു ഡെലിക്കേറ്റ്സ് ആൻഡ് സോഫ്റ്റ് കോട്ടൺ എന്നൊക്കെ പറയില്ലേ, ഇതാ വരുന്നത്. അകവശം വരുന്നത് ഇങ്ങനെ വരും. വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ ലൈറ്റ് ഷെയ്ഡ് പ്രിഫർ ചെയ്യുന്നവർക്ക് മിസ്സാക്കണ്ട കേട്ടോ. മോളിച്ചേച്ചിയൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ. നമ്മൾ ആദ്യകാലം തൊട്ടുള്ള കസ്റ്റമേഴ്സാണ്, അതുകൊണ്ടാണ് കേട്ടോ പേരും എനിക്ക് കുറേ പരിചയം. കാരണം കുറച്ച് ലൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് അമ്മമാരും ആൻറ്റിമാരും ഒക്കെ ഇങ്ങനെ സ്നേഹവും അറിയുന്ന ഒത്തിരി പേരുണ്ട്. ഇതങ്ങനെ. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ വരും. 220 അല്ലേ, 220 റുപ്പീസ് പെർ മീറ്റർ. നല്ല കോട്ടണിൽ നല്ല ടൈപ്പ് ഇങ്ങനെ വരുന്നു. സോഫ്റ്റായ കോട്ടൺ ആണ് വരുന്നത്. ഇങ്ങനെ വരുന്നു. 220 റുപ്പീസ് പെർ മീറ്റർ, 220 രൂപ ഇങ്ങനെ വരുന്നു. ഇനി അതിൽ തന്നെ കളർ ഒരു ലെമൺ യെല്ലോ ഷെയ്ഡിൽ. അപ്പോൾ ലെമൺ യെല്ലോയിൽ ഹക്കോബയൊക്കെ ഉണ്ട് നമുക്ക്. കോട്ടൺ ബുട്ട ഉണ്ടാവുമായിരിക്കും അല്ലേ, അല്ല അതുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഇന്നർ ചെയ്തിട്ട് കോട്ടൺ മോഡലൊക്കെ ചെയ്യണമെങ്കിലൊക്കെ നല്ലതാണ്. ഇങ്ങനെ വരുന്നു. അതിൻ്റെ ലെയർ ഇവിടെയാന്ന് തോന്നുന്നു അല്ലേ. ഇങ്ങനെ വരുന്നു. ഇതുണ്ട് ഫാബ്രിക്. ലൈനിങ് വെക്കണം, പക്ഷെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് കോട്ടൺ, പ്യുവർ കോട്ടൺ യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് സിമ്പിളായിട്ട് നല്ല സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ. ആ ഒരു സെൽഫ് ഇങ്ങനെ വരുന്ന ഒരു സംഭവമല്ലേ, അതിനാണ് നമ്മൾ കോട്ടൺ ജക്കാർഡ് എന്ന് പറയുക. ആ ഒരു കോട്ടൺ ജക്കാർഡിൻ്റെ ആ ഒരു ഇത് വരുന്ന രീതിയിലുള്ള ഫാബ്രിക്കാണ്. 220 റുപ്പീസ്, 220 രൂപ ഇങ്ങനെ വരുന്നു. 44 ഇഞ്ച് തന്നെ എടുത്ത് വരുന്നത് കേട്ടോ. ഇനി വരുന്നതും അതിലും കിടും. നമ്മളൊരു ജൂട്ടിൻ്റെയൊക്കെ പോലത്തെ ഒരു ഫീൽ വരും. ഇത് കണ്ടോ, ഇങ്ങനത്തെ ആ ഒരു ത്രെഡ് ഗ്യാപ്പൊക്കെ വരുന്ന ടൈപ്പിൽ ഇങ്ങനെ വരും. അപ്പോൾ കുറച്ച് ഷ്രിങ്കേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ, ശ്രദ്ധിക്കണേ. ഇതങ്ങനെ വരുന്നു. 44 ഇഞ്ച് തന്നെയാണ് എടുത്ത് വരുന്നത്. നമ്മുടെ ടസറിലൊക്കെ വരുന്ന ആ ഒരു ഡിസൈൻ്റെ ഒരു പാറ്റേൺ പോലെ തോന്നും. ഇതിൽ
പിന്നെ അതിൽ കണ്ടോ ഒരു സിൽവർ ആൻഡ് ഒരു ഗോൾഡൻ ത്രെഡ് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോട്ടൺ ആണെങ്കിലും അതിന് നല്ലൊരു സ്റ്റൈലിഷ്, അത് അറിയുന്നുണ്ടോ തിളക്കം, നല്ലൊരു ഓവർ തിളക്കവും അല്ല, നല്ല ഭംഗിയില്ല, സ്റ്റിച്ച് ചെയ്താൽ നല്ല ഫിനിഷിങ്ങിൽ നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ഇങ്ങനെ വരുന്നു. കോട്ടൻ്റെ വേറൊരു ഒരുപാട് വെറൈറ്റി കോട്ടൺസ് അല്ലേ ഓരോ ടൈപ്പും. 240 റുപ്പീസ്, 240 രൂപയാണ് വരുന്നത്, 44 ഇഞ്ച് വെടുത്ത്. അപ്പോൾ ലൈറ്റ് ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്നവർ, കോട്ടൺ ലവേഴ്സ് ഒന്നും മിസ്സാക്കണ്ട. എന്നാൽ അത്ര ലൈറ്റും അല്ല, ഇതിൽ ഈ ബ്രിക്ക് റെഡ് കളറിലൊക്കെ ബോട്ടവും ദുപ്പട്ടയൊക്കെ ആണെങ്കിലും നല്ല ഭംഗി ഉണ്ടാവും. ഇങ്ങനെ വരുന്നു. ഇനി നമ്മൾ ദോബി ലൈൻസ് വരുന്ന കോട്ടൺ, അതും നമുക്ക് റേറ്റ് 170 അല്ലേ. സോഫ്റ്റ് കോട്ടൺ, അതായത് ജോർജറ്റ് ടൈപ്പിൽ നമ്മൾ ചില മോഡൽസ് ഒക്കെ ചെയ്യാൻ പറ്റുമല്ലോ, ഈ പ്ലീറ്റ്സ് വെച്ചിട്ട് ഗ്യാദേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള ആ ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന കോട്ടൺ ഫാബ്രിക് അങ്ങനെ വരുന്നു. അത് നല്ല 4 കളറും കിടു കളേഴ്സാണ്. നല്ലൊരു പിങ്കിഷ് പീച്ച് കളറാണ് വരുന്നത്. 44 ഇഞ്ചാണ് വിടുത്ത് വരുന്നത്. ഇങ്ങനെ വരുന്നു. 170 റുപ്പീസ്, 170 രൂപ ഇങ്ങനെ വരും. ലൈനിങ് വെച്ച് ചെയ്യാം, പ്ലീറ്റഡ് ടൈപ്പൊക്കെ ചെയ്യാം. ഇങ്ങനെ വരുന്നു. ദുപ്പട്ടയാക്കേണ്ടവർക്ക് ദുപ്പട്ടയാക്കാം, കാരണം ഒരു വെറൈറ്റി ദുപ്പട്ട വേണ്ടവർക്ക് അങ്ങനെ. ഇതാണ് നല്ല വശം അല്ലേ. ഇങ്ങനെ വരുന്നു. അത് നമ്മൾ പ്രീമിയം റെഡിമെയ്ഡ്സിലൊക്കെ വരാറുണ്ടല്ലോ, ഷർട്ടിലൊക്കെ വരാറുണ്ട് ഈ ഒരു സംഭവം. കുഞ്ഞുടുപ്പുകൾ ചെയ്യാനാണെങ്കിലും നല്ലതാണ്. കോട്ടൻ്റെ നല്ലൊരു ഭംഗിയുള്ള മെറ്റീരിയലാണ്. 170 റുപ്പീസ്, 170 രൂപ. ഇനി അതിൽ നെക്സ്റ്റ് കളർ ലൈറ്റ് ലെമൺ യെല്ലോയുടെ ആ ലൈറ്റർ വേർഷൻ അങ്ങനെ പറയുന്നു. ക്ലിയർ അല്ലേ, ഇങ്ങനെ വരുന്നു. 170, 170 രൂപ. ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ തിക്നെസ് ഒരു ക്രീമിനെയൊക്കെ കുറച്ചുകൂടി ഒരു യെല്ലോയിഷ് ടച്ച് വരുന്ന കളർ ഇങ്ങനെ വരുന്നു. ഇത് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു സിൽവർ ഒരു തിളക്കം വരുന്ന മെറ്റീരിയൽ പറഞ്ഞില്ലേ, അതിൻ്റെ ചേരൂല്ലേ ഇത്. ഇതുകൊണ്ട് ഇന്നർ ചെയ്തിട്ട് ദുപ്പട്ടയാക്കാനും പറ്റൂട്ടോ, ആ ഒരു കളർ തന്നെ വരുന്നത്. ഇങ്ങനെ വരുന്നത് കണ്ടോ. 170, 170 രൂപ കണ്ടോ. ഇതിൻ്റെ കൂടെ കറക്റ്റ് മാച്ച്. ഇതും പറ്റും അതിന്. ഇത് വരുന്നു. അതിൽ നെക്സ്റ്റ് കളർ വരുന്നു നമ്മൾ ആ ഒരു ലൈറ്റ് സാൽമൺ കളർ, കനകാംബരത്തിൻ്റെ ലൈറ്റ് കളർ പറയില്ലേ, ദുപ്പട്ടയാക്കാനാണെങ്കിലും ടോപ്പ് ചെയ്യാനാണെങ്കിലും പ്ലീറ്റഡ് ടൈപ്പൊക്കെ ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. 170, 170 രൂപ. കോട്ടണിലെ അടുത്ത കിടു ഇങ്ങനെ വരുന്നു. ഇത് 170 അല്ലേ. ഇതുണ്ടോ കോട്ടണിൽ ഒരു സെൽഫ് ചെക്സും ഉണ്ട്, അത് കൂടാതെ അതിൻ്റെ ഉള്ളിൽ കൂടെ വേറെ കളറിൽ ചെക്സ്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം. അപ്പോൾ ചെക്സ് കോട്ടൺ പ്രിഫർ ചെയ്യുന്നവർ ഇതാണ് നല്ലൊരു ഇതുണ്ടോ. തിക്നെസ് വരുന്നത് ഇത്രയാണ്. പീച്ച് കളർ, സുന്ദരി പീച്ച് കളറാണ്, നല്ല ഭംഗിയുള്ള കളർ. അപ്പോൾ ഇതിൻ്റെ കൂടെ ആ ലൈറ്റ് പീച്ച് കളർ എടുത്ത് അങ്ങനെ ഒരു ദുപ്പട്ടയാക്കി ആക്കേണ്ടവർക്ക് ഇതിൻ്റെ കൂടെ അതും പറ്റൂട്ട് നിൽക്കട്ടെ. ഇത് 170 കേട്ടോ, 170 രൂപ. ഇവിടെ ഇരിക്കട്ടെ. ഇനി കണ്ടോ അടുത്തത് ആ ഒരു എന്തൊക്കെ പറയുക, അതിന് വർണ്ണിക്കാൻ വാക്കുകളില്ല, നല്ല ഭംഗിയുണ്ട്. 170, 170. ഇതും കോട്ടനാണ്, സോഫ്റ്റ് കോട്ടനാണ് വരുന്നത്. അത് സിംഗിൾ ലെയർ എടുക്കാൻ കിട്ടില്ല, അതിൻ്റെ അറ്റം ഇങ്ങോട്ടാണ് വരുന്നത്. ഇതുണ്ടോ, സിംഗിൾ അല്ല കേട്ടോ. ഇത് നല്ല ട്രാൻസ്പെറൻ്റ് ആയ സോഫ്റ്റ് കോട്ടനാണ് വരുന്നത്. നല്ലൊരു ലൈനിങ് കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കുർത്തയൊക്കെ ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ലതാണ്. 170, 170 രൂപ. ഇതുണ്ടോ, ഇത് തമ്മിലും മിക്സ് ആൻഡ് മാച്ച് ചെയ്യാനും നല്ലതാണ്. അടുത്തത് അതിലും കിടു, നമ്മളൊരു കോട്ടൺ സ്ലബിലൊക്കെ വരുന്ന പോലെ ആ ലിനൻ്റെയും കോട്ടൺ സ്ലബിൻ്റെയൊക്കെ ഒരു ബ്ലെൻഡായ ഒരു ഫാബ്രിക് പോലത്തെ ഒരു ഫീൽ വരും. ഇങ്ങനെ വരും. ഇക്കത്തിൻ്റെ ഒരു പാറ്റേൺ, ജംദാനി വീവിങ്ങിലൊക്കെ വരുന്ന ആ ഒരു ഡിസൈൻസ് പോലെ വരും. ഇങ്ങനെ വരുന്നു. ഒക്കെ സോഫ്റ്റ് കോട്ടണിലാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു. 170, 170 രൂപ. അതിൻ്റെ അകവശം കണ്ടോ, ഇങ്ങനെ വരും. ഓരോ വീവിങ് ബുട്ടാസ് വന്നിരിക്കുന്നത് ഫിനിഷിംഗ് ഉള്ള വർക്കാണ് വന്നിരിക്കുന്നത്. നല്ല പ്രീമിയം ഫാബ്രിക്സ് ആണ്. 170, 170 രൂപ. അപ്പോൾ കോട്ടണിൽ നല്ല വെറൈറ്റീസ് കണ്ടില്ലേ. ഇതാ അന്ന് വന്ന് പെട്ടെന്ന് ആദ്യം കഴിഞ്ഞു പോയത് ബ്ലാക്ക് ആയിരുന്നു അന്ന്. ആ വൈറ്റിൽ കുറച്ചുകൂടി ഉണ്ടായിരുന്നു, കുറച്ച് പേർക്ക് കിട്ടിയെന്ന്, ബ്ലാക്ക് കിട്ടാത്തവർക്ക്. അപ്പോൾ അതിലിതാ 3 ഡിസൈനും കൂടെ എത്തിയിട്ടുണ്ട് നമുക്ക്. ആ ഒരു ക്രഷ്ഡ് ഷിഫോൺ എന്ന് പറഞ്ഞ ഒരു ഫാബ്രിക് വരുന്നത്. ദുപ്പട്ടയാക്കാനും സാരി ആക്കാനും ഒക്കെ ഒത്തിരി പേര് അന്ന് കട്ട് ചെയ്തെടുത്തിരുന്നു. 44 ഇഞ്ച് വിടത്തിൽ വരുന്നത്. 190, 190 രൂപ. അത് ഞാനൊന്ന് സാരി ആയിട്ട് കാണിച്ചു കൊടുക്കട്ടെ. ഇത് വെടുത്തി കഴിഞ്ഞാൽ കാരണം അതിൻ്റെ ഭംഗി വരുന്നത് ഇങ്ങനെ ഇടുമ്പോഴാണ്. ഞാൻ ഷോർട്സ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അത്, ഞാനത് മെയിൻ വീഡിയോയിൽ ഫുള്ള് കാണിക്കാമെന്ന്. കണ്ടോ ഭംഗി. സാരി ലവേഴ്സ് മിസ്സാക്കണ്ട, ജോലിക്കാർക്കൊക്കെ പെട്ടെന്ന് എടുത്തു പോകാൻ പറ്റുന്നതാണ്. 190 അല്ലേ. 190 റുപ്പീസ്, 44 ഇഞ്ച് വിടുത്ത്. 3 ഡിസൈനിൽ വന്നിട്ടുണ്ട് കേട്ടോ. അംബ്രല്ല കട്ടിംഗ് ഒക്കെ ചെയ്യാനാണെങ്കിലും നല്ലതാണ്. അപ്പോൾ ജോർജറ്റിൽ വെറൈറ്റി നോക്കുന്നവർക്ക് ഇത് ജോർജറ്റ് അല്ല, ഒരു ക്രഷ്ഡ് ഷിഫോൺ ടൈപ്പാണ് വരുന്നത്. സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ്. അങ്ങനെ വരുന്നു. നെക്സ്റ്റ് ഒരു മെറൂൺ, റെഡിഷ് മെറൂണും. നമ്മൾ ആ സാറ്റിൻ കോട്ടൺ കൊണ്ട് പ്ലെയിൻ ടോപ്പ് ചെയ്തിട്ട് ദുപ്പട്ടയാക്കേണ്ടവർക്ക് അങ്ങനെ ആക്കാം കേട്ടോ. അങ്ങനെ വരുന്നു. 190, 190 രൂപ. അടുത്ത 3 പ്രിൻറ്റുകളുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചോളൂ കേട്ടോ. അങ്ങനെ വരുന്നു. ആ ഒരു സോഫ്റ്റ് ഫാബ്രിക് ഇങ്ങനെ വരുന്നു. അതും ഒന്ന് കാണിച്ചെടുക്കട്ടെ ഇട്ടിട്ട്. ഇങ്ങനെ വരുന്നു. ഇങ്ങനെ വരുന്നു. തിരിച്ചാ അകമ്പുറം ഉണ്ടോ, ഉണ്ട് അല്ലേ കുറച്ച്. അതാ ഡാർക്ക് ബ്ലാക്ക് ബേസ്. അപ്പോൾ ബ്ലാക്ക് ലവേഴ്സ് മിസ്സാക്കണ്ട. 190, 190 രൂപ.
44 ഇഞ്ച് വിഡ്ത്ത്. ഇത് നമ്മുടെ സാറ്റിൻ കോട്ടണിൽ കളേഴ്സ് എത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് കോട്ട് സെറ്റ് പോലെ ചെയ്യാൻ നല്ലതാണ്, ബോട്ടം ചെയ്യാൻ നല്ലതാണ്, സിമ്പിളായിട്ട് ടോപ്പ് മാത്രം ചെയ്യാം. അതായത് കുറച്ചുകൂടെ പോപ്ലിനൊക്കെ കുറച്ചും കൂടി ഒരു പ്രീമിയം ഒരു ഷൈനിങ് ടൈപ്പ് ബോട്ടം വേണമെന്നുള്ളവർക്ക് നല്ല പോപ്ലിൻ നമുക്ക് പിന്നെ വിഡ്ത്ത് വരുന്നത് 34 ഇഞ്ച് വിഡ്ത്ത് വരുന്നുള്ളൂ. ഇത് 44 ഇഞ്ച് വിഡ്ത്ത് വരുന്നുണ്ട്. ലൈനിങ് ഇല്ലാതെ ടോപ്പ് ചെയ്യേണ്ടവർക്ക് നല്ലതാണ് കേട്ടോ. അതങ്ങനെ വരുന്നു. നൈറ്റ് ചെയ്യാനും നല്ലതാണ്. ഇങ്ങനെ വരുന്നു സാറ്റിൻ കോട്ടൺ, അതായത് പോളിഷ്ഡ് കോട്ടൺ ഇങ്ങനെ വരുന്നു. 160 160. സാധാരണ വരുന്ന സാറ്റിൻ കോട്ടണിനേക്കാളും കുറച്ചുകൂടി ഒരു ഫിനിഷിംഗ് ഉള്ള ടൈപ്പാണ്. ഇങ്ങനെ വരുന്നു, പ്രീമിയമാണ്. റോയൽ ബ്ലൂ ഷെയ്ഡ് 160. നെക്സ്റ്റ് വരുന്ന നല്ല ഒലിവ് ഗ്രീൻ, ലൈറ്റ് ഒലിവ് ഗ്രീൻ, ചെറുപയർ പച്ച ആ കളറിൽ നല്ലൊരു പീച്ച് ഷെയ്ഡ്, നല്ല ഭംഗിയിലൊരു പീച്ച് 160. കോഫി ബ്രൗൺ ഇങ്ങനെ വരുന്നു. ഇതൊരു ഒലിവ് യെല്ലോ, ആ ഒരു മസ്റ്റാർഡ് യെല്ലോയുടെ ഒലിവ് ഗ്രീൻ്റെ ആ ഒരു യെല്ലോയിഷ് ടച്ച് വരുന്ന ആ ഒരു കളറിൽ. ഈ പീച്ചും ആ പീച്ചും സെയിം ആണോ, എത്ര വ്യത്യാസം ഉണ്ടെന്ന് നോക്കട്ടെ. സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ മാറല്ലേ. ഇത് കണ്ടു, ഇത് കുറച്ചുകൂടെ ഡാർക്കാണ്, ഇത് ലൈറ്റ്, അത് കുറച്ചുകൂടെ പിങ്ക് ടച്ച് കൂടുതൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്ക്രീൻഷോട്ടിലൊന്ന് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണേ, അല്ലെങ്കിൽ മാറിപ്പോവും. ഇത് ഗ്രീനാണ്, പക്ഷെ ബ്ലൂ ആയിട്ടാണ് ക്യാമറയിൽ തോന്നുക. ഈ പിക്കോ ഗ്രീൻ്റെ എന്ത് സംഭവം കാണിച്ചാലും ആ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഗ്രീൻ ഷെയ്ഡാണ്. പിക്കോ ഗ്രീൻ്റെ ആ ഒരു നല്ല ബ്രൈറ്റ് കളറില്ലേ, പീക്കോക്കിൽ വരുന്ന ആ ഒരു കളറാണ്, ഗ്രീനാണേ. ഇത് വരുന്നത് ഒലിവ് ഗ്രീൻ്റെ ചെറുപയർ പച്ചയുടെ ഡാർക്ക് ഒലിവ് ഗ്രീൻ വരുന്നത്, കുറച്ചുകൂടി ഡാർക്കർ ടോൺ. എന്നാൽ ബോട്ടിൽ ഗ്രീൻ അല്ല താനും, അങ്ങനെ വരുന്നതാണ്. അതിലും ലൈറ്റും ഡാർക്കും തമ്മിൽ ഇത്രയും വ്യത്യാസം വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് ലൈറ്റും ഇത് ഡാർക്കും ഇത്രയും വ്യത്യാസം വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് നല്ല ഡാർക്ക് വൈൻ കളർ, നല്ല ശരിക്കും ഡാർക്ക് മുന്തിരി കളറേ പറയില്ല അത്. ഇത് വരുന്നത് ആ ഒരു വയലറ്റ് കളറിന് ആ ഒരു അതിൻ്റെ ലൈറ്റർ ടോൺ വരുന്നത്. ഇത് ബ്ലാക്ക് എത്തിയിട്ടുണ്ട്. വൈറ്റും ഓഫ് വൈറ്റും അവൈലബിൾ ആണോ, ഒന്ന് മെസ്സേജ് ചെയ്തോളൂ. നമുക്ക് മുറക്കി വരാറുണ്ട്, ഷോപ്പിൽ ഉണ്ടോ ആയിരിക്കും, അത് ചെക്ക് ചെയ്തിട്ട് അവർ പറയുവേ. പിന്നെ മൾട്ടി ലൈൻ കാന്ത വൈറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്, അതിനി എത്തും, നമുക്ക് എത്തുമ്പോൾ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോസ്. അല്ല, ഇനിയുണ്ട് ഒരു ഐറ്റം കൂടെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഫുൾ സ്റ്റുഡിയോ ഇവിടെ സെറ്റ് ചെയ്യാതെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ എടുത്തെടുത്തിട്ട് ചെയ്യുന്നതുകൊണ്ട് അതാണ് വിട്ടുപോയി. ഇനിയുണ്ട് ഒരു കിഡ് ഐറ്റം കൂടെ. ഈ കിഡ് താരത്തെ മറന്നു പോയിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്താലേ നഷ്ടമായേനെ. ഇത് കണ്ടോ, ഇത് സംഭവം എന്താ മനസ്സിലായോ? നമുക്ക് കാണുമ്പോൾ ഒരു പ്രീമിയം ഷർട്ട് മെറ്റീരിയലിൻ്റെ ഒക്കെ ലുക്ക് വരുന്നില്ലേ, ഇതങ്ങനെ വരുന്നു. ഇത് നമ്മുടെ നൈറ്റി മെറ്റീരിയൽ ആസ് റണ്ണിങ്, അല്ല നൈറ്റി ബിറ്റ് ആസ് റണ്ണിങ് മെറ്റീരിയൽ എന്ന് പറയുന്ന സംഭവം അതാണ്. കണ്ടോ, നമുക്ക് സാധാരണ അതിൽ ആ ഒരു മെറൂൺ ആ ഒരു ബ്ലാക്ക് അതിലൊക്കെ, അപ്പോൾ അതിൽ വെറൈറ്റീസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞവർക്ക്. പിന്നെ മെയിൻ അട്രാക്ഷൻ എന്താ അറിയോ, ഒരു വെറൈറ്റി രണ്ട് ടൈപ്പ് പ്രിൻറ്റ് വരുന്നുണ്ട്, രണ്ടും ഡിഫറെൻറ്റ് ഒരു സ്റ്റൈലിൽ വരുന്നതാണ്. അപ്പോൾ നോർമൽ കുർത്തി ചെയ്യാൻ പറ്റും, കോട്ട് സെറ്റ് പോലെ ചെയ്യാനാണെങ്കിലും ഷർട്ട് ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ലത്. അത്രയും തിക്നെസ് വരുന്ന കോട്ടൺ, നോർമൽ ഫുൾ കോട്ടണിൽ വരുന്നതാണ്. അപ്പോൾ ഇതും കോട്ടൺ ആണ്, അതും കോട്ടൺ ആണ്. അപ്പോൾ മനസ്സിലായില്ല, ഓരോ ഫാബ്രിക്കിൽ അതിൻ്റെ ത്രെഡ് കൗണ്ട്, അതിൻ്റെ മേക്കിംഗ് പ്രോസസ്സ്, അതിൻ്റെ ഓരോന്നിനനുസരിച്ചാണ് ഫാബ്രിക്കിന് റേറ്റ് വരുന്നത്. അപ്പോൾ ഇത് 34 ഇഞ്ച് എടുത്ത് 34 ഇഞ്ചാണ് വീതി വരുന്നത്. 90 റുപ്പീസ്, 90 രൂപയാണ് വരുന്നത്. 90 രൂപയുള്ളൂ വിചാരിച്ചിട്ട് ഇതിനെ കുറച്ച് കാണണ്ട, നല്ല ഭംഗിയുള്ള ടോപ്പാണ് കേട്ടോ. ഡെയിലി യൂസിനായിട്ട് ടോപ്പ് ചെയ്യേണ്ടവർക്കാണെങ്കിലും നൈറ്റ് ചെയ്യേണ്ടവർക്കാണെങ്കിലും ഇതാ വരുന്നത്. നല്ല പേസ്റ്റൽ ചാർട്ടും ഉണ്ട്, ഡാർക്ക് കളേഴ്സും വരുന്നുണ്ട്, ഇങ്ങനെ വരുന്നു. അപ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. 90 രൂപ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം 90 രൂപയല്ല, വിഡ്ത്ത് കുറവാണ്, 34 ഇഞ്ച് വീതി വരുന്നുള്ളൂ. അപ്പോൾ 2.5 മീറ്റർ എടുത്തിരുന്നവർ, ടോപ്പിന് എടുത്തിരുന്നവർ 3-3.25 എടുക്കണം. പ്രതിഭ എന്ന് പറഞ്ഞിരുന്നു, കാരണം 3 മീറ്റർ എടുത്തവർക്കും ചിലർക്ക് സ്ലീവൊക്കെ കിട്ടാൻ 3/4 സ്ലീവ് ഒക്കെ വരുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. കാരണം വിഡ്ത്ത് തൊട്ട് ഇത്ര കറക്റ്റ് അല്ലേ വിഡ്ത്ത് വരുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഫാബ്രിക് കൂടുതൽ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നൈറ്റിക്ക് 3 എടുത്തിരുന്നവർ 3.25 3.5 എടുക്കാൻ ശ്രദ്ധിക്കുക. അല്ല നമ്മൾ ബിറ്റ് ചെയ്യണ പോലെ ചെയ്തൊപ്പിക്കുന്നവർക്ക് അങ്ങനെ ഓക്കെ. നെക്സ്റ്റ് കാണുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ്, ഒരു നല്ല കളർ കോമ്പിനേഷനും എല്ലാം നല്ലതാണ്. ഇങ്ങനെ വരും 90 രൂപ, 34 ഇഞ്ച് വിഡ്ത്ത്. നെക്സ്റ്റ് കളർ ഇതങ്ങനെ വരുന്നു, പീക്കോ ഗ്രീൻ ഷെയ്ഡിൽ. ഇതിൽ ഈ ഒരു പ്രിൻറ്റിൽ ലാസ്റ്റ് കളറല്ലേ ഇത്, ഇങ്ങനെ വരുന്നു. 90 റുപ്പീസ്, 90 രൂപ. ഇനി അടുത്ത പ്രിൻ്റ് ഇതാ വരുന്നു. ഇങ്ങനെ ഒക്കെ നല്ലൊരു വ്യത്യസ്തമായ ആ ഒരു ഫീൽ. നൈറ്റികളിലാണെങ്കിലും ഒരു വെറൈറ്റി. നമുക്കിത് എത്താൻ വൈകിപ്പോയി, ക്രിസ്മസ് സീസണിന് മുമ്പൊക്കെ എത്തണം വിചാരിച്ചിട്ട് വൈകിപ്പോയി. അങ്ങനെ ഇപ്പം അങ്ങനെ സീസൺ ബേസ്ഡ് ഒന്നും അല്ലല്ലോ, പണ്ടൊക്കെ അല്ലായിരുന്നു ആരെങ്കിലും ഫെസ്റ്റിവലും. അതിപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെയും ജോലിക്കാർക്കൊക്കെ ആണെങ്കിലും ഈ ഒരു ടൈപ്പൊക്കെ കാഷ്വൽ വെയർ കുർത്തീസൊക്കെ യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നവർ അങ്ങനെ ഉണ്ട്, അതെല്ലാം അവർക്ക് അങ്ങനെ എടുക്കാം. 90 രൂപ. നെക്സ്റ്റ് വരുന്നു നല്ല മെറൂൺ ഷെയ്ഡിൽ 5 കളർ വീതമുണ്ട് അല്ലേ, 10 പ്രിൻറ്റുകൾ ഇപ്പോൾ കാണിച്ചു, 10 കളറ്. ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്തോളൂ കേട്ടോ. ഷർട്ട് ചെയ്യാനും നല്ലതാണ്, കുർത്ത ചെയ്യാനും നല്ലതാണ്, കോട്ട് സെറ്റ് പോലെ ചെയ്യാനും നല്ലതാണ്. ഇനി എന്ത് ചെയ്യാൻ നല്ലതാണ്? 90 റുപ്പീസ്, 90 രൂപ. അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോയും വെറൈറ്റീസും. അപ്പോൾ ഇഷ്ടമായോ? കോട്ടണിൽ മാക്സിമം വെറൈറ്റീസ് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. നമ്മൾ ചുരിദാർ സെറ്റ്സിൻ്റെ വീഡിയോ ഇൻ ബിറ്റ്വീൻ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. നിങ്ങൾ പ്രീമിയം സെറ്റ് ചോദിച്ചവർക്ക് ഞാനത് കാരണം ഞാനിത് കുറച്ച് നേരത്തെ എടുത്ത് വെക്കുന്നുണ്ട് ഈ തിരക്കുകളുടെ ഇടയിൽ. അപ്പോൾ ഇന്ന് മോർണിംഗ് ഒരു വീഡിയോ കയറിയിട്ടുണ്ടാവും, ഞാനത് എഡിറ്റ് ചെയ്ത് റെഡിയാക്കി കയറുന്ന എടുത്തു. അതിൽ നല്ല പ്രീമിയം, അപ്പം നമ്മുടെ മലായി ചന്തേരിയിൽ പ്രീമിയം ചോദിച്ചവർക്ക് അത് വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇനി ബനാറസി ചോദിക്കുന്നവർ, ബനാറസിയുടെ കുറച്ച് വരാനുണ്ട്, വന്നു കഴിയുമ്പോൾ ഞാനത് ചെയ്യാം.
പ്രീമിയം സെറ്റ്സ് ഒരുപാട് വരാനുണ്ട്. അത് നമ്മുടെ ഷോറൂമിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഓരോന്ന് വീഡിയോയിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാം എന്ന് പറഞ്ഞ് നിർത്തുന്നില്ല. കാരണം എൻ്റെ ഒരു മെയിൻ വീഡിയോയിൽ നമ്മൾ ഇനിയിപ്പോൾ കാണുമോ അറിയില്ല, ക്രിസ്മസ് ഡേ. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. അപ്പോൾ ഇന്നൊരു ക്യാപ്പും പാട്ടും ഒന്നും ഉണ്ടായില്ല. പാട്ട് പാടണമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഇനി പിന്നെ നമുക്ക് ക്രിസ്മസ് കഴിഞ്ഞിട്ട് ന്യൂ ഇയറിന് പാടാം. അപ്പോൾ ബൈ ഫ്രം ലിജി.